ഇവിടെ മഹാനവറുകൾ ഈ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ സുബ്ഹാനഹു എന്നാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഇവിടെ ഈ സുബ്ഹാനഹു എന്നുള്ളതിന്റെ വ്യാഖ്യാനത്തെ ഓരോ വിശ്വാസിയും അടിസ്ഥാനപരമായി അവരുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു തത്വമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ ചിന്താപരമായ ഒരു ഭാഗത്തേക്കാണ് മഹാനവറുകൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. സുബ്ഹാനഹു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹു പരിശുദ്ധനാകുന്നുണ്ടോ? അള്ളാഹു സത്യത്തിൽ ഇവിടെ പരിശുദ്ധനാകുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അള്ളാഹുവിനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ വീണ്ടും സ്തുതികൾ വർദ്ധിച്ച് വർദ്ധിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവനാണെന്ന് പറയുമ്പോൾ അള്ളാഹു വലിയവനാകുന്നുണ്ടോ? ഇല്ല, അള്ളാഹുവിൽ മാറ്റങ്ങൾ സംഭവിക്കില്ല എന്ന് പിറകിൽ വരുന്ന അവസാന ഇബാറത്ത് വരുന്നുണ്ട്. വലാ യതഗയ്യറു, അവൻ പകർച്ച വരികയില്ല, അവനിൽ പ്രതിഭാസങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അത് അടിസ്ഥാനത്തിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പരിശുദ്ധനാക്കുന്നു നാം ചൊല്ലുമ്പോൾ അള്ളാഹുവിൽ പരിശുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹു എന്നും പെർഫെക്റ്റ് ആണ്, ഒന്നും അവനിൽ വർദ്ധിക്കില്ല, അവനിൽ ഒന്നും കുറയുകയുമില്ല, എല്ലാ നിലക്കും പരിപൂർണനാണ് ജഗനിയന്താവായ അള്ളാഹു. അപ്പോൾ പിന്നെന്താണ് ഈ തസ്ബീഹ് കൊണ്ട് ഇവിടെ നാം ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതിലേക്കാണ് മഹാനവറുകൾ കൊണ്ടുപോകുന്നത്. വഗായതുഹ, ഇതിന്റെ അനന്തരഫലം, ഇതിന്റെ അന്ത്യഫലം, ഇതിന്റെ അന്ത്യാഭിലാഷം, ഇൻഇകാസു അശിഅത്തി തനസ്സുഹി ഇലൽ മുനസ്സിഹീന ഫഇന്നൽ മുനസ്സഹ ലാ യൻസിഹു ബിതൻസിഹിഹിം ബൽഹും യൻസഹൂന ബിഹി. ഇൻഇകാസു അശിഅത്തി തനസ്സുഹി, പരിശുദ്ധതയുടെ കിരണങ്ങൾ അക്സാവുക, തിരിച്ചു വരുന്നു. അള്ളാഹുവിനെ പരിശുദ്ധനാക്കുമ്പോൾ അത് നേരെ ഉൾട്ട, അള്ളാഹു പരിശുദ്ധനാവുകയല്ല ചെയ്യുന്നത്. അള്ളാഹുവിനെ നാം പരിശുദ്ധമാക്കുന്നതിലൂടെ പരിശുദ്ധനായ അള്ളാഹുവിന്റെ പരിശുദ്ധി നമ്മിലേക്ക് വരുന്നു, നാം പരിശുദ്ധനാവുന്നു. അള്ളാഹുവിന്റെ റഹ്മത്ത് നോക്കണം. ഇൻഇകാസു അശിഅത്തി തനസ്സുഹി, പരിശുദ്ധതയുടെ കിരണങ്ങൾ അക്സാവുക, തിരിച്ചു വരികയാണ്. തിരിച്ചാണ് ഫലം സംഭവിക്കുന്നത്. ഇലൽ മുനസ്സിഹീന, പരിശുദ്ധമാക്കുന്നവരിലേക്ക് തിരിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്? അള്ളാഹുവിലേക്ക് കടക്കാതെ അത് തിരിച്ചിങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഫഇന്നൽ മുനസ്സഹ, കാരണം പരിശുദ്ധമാക്കപ്പെടുന്ന അള്ളാഹു ലാ യൻസിഹു ബിതൻസിഹിഹിം, ഇവർ പരിശുദ്ധമാക്കൽ കൊണ്ട് പരിശുദ്ധമാകുന്നില്ല. കാരണം അവൻ പരിശുദ്ധതയിൽ പൂർണ്ണനാണ്. പിന്നെ എന്ത് സംഭവിക്കുന്നു? ബൽഹും യൻസഹൂന ബിഹി, മറിച്ച് ഹും, ഇവർ, ഈ തസ്ബീഹ് ആക്കുന്നവർ, പരിശുദ്ധമാക്കുന്നവർ, യൻസഹൂന, അവർ പരിശുദ്ധരാകുന്നു, ബിഹി, ഇവർ അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്ന കാരണം കൊണ്ട്. ഇവിടെ അള്ളാഹുവിനെ പരിശുദ്ധമാക്കുമ്പോൾ നാം പരിശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി പരിശുദ്ധമാക്കിക്കൊണ്ട് അള്ളാഹുവിന് പരിശുദ്ധിയെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അള്ളാഹുവിന് കുറച്ച് പരിശുദ്ധിയുടെ കുറവുണ്ടായിരുന്നു, നമ്മൾ പരിശുദ്ധമാക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഷാറായി എന്ന് വരും. അത് വേണ്ട, അത് അള്ളാഹു ഓൾറെഡി ഉഷാറാണ്. അള്ളാഹു പരമശക്തനാണ്, പവിത്രനാണ്, പരിപൂർണനാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് വഹകദാ ഹാലുൽ ഹംദി വസ്സലാത്തി, ഇങ്ങനെ തന്നെയാണ് ഹംദിന്റെയും നിസ്കാരത്തിന്റെയും ഒക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ് എന്ന്. ഇവിടെ നാം ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. ഇവിടെ നാം അള്ളാഹുവിനെ പരിശുദ്ധമാക്കുമ്പോൾ നാം പരിശുദ്ധരാകുന്നു, പരിശുദ്ധമായവരോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധമാവാത്ത നാം പരിശുദ്ധരാകുന്നു. തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചാനൽ സബ്സ്ക്രൈബ്.